ദുരത്യയെ ധന്നജയാനിവേശിതോ രജസ്തമസ്തത്വവിഭക്തകർമ്മദൃ സയേഷസാർത്ഥോർത്ഥപരപരിഭ്രമൻ ഭവാടപിം യാതിന ശർമ്മ വിന്ദതി. നമസ്കാരം. പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിലത്തെ ആദ്യത്തെ ശ്ലോകമാണ് ചൊല്ലിയത്. ഇവിടെ സന്ദർഭം എന്താണെന്നുണ്ടെങ്കിൽ, ആത്മജ്ഞാനി ആയിരിക്കുന്ന ഭരതൻ എന്ന കഥാപാത്രം രഘുഗണ രാജാവിന് ആത്മോപദേശം കൊടുത്ത് ഉയർത്തുകയാണ്. മായയെന്ന് ഉയർത്തുക. എത്രയൊക്കെ ഉപദേശം കിട്ടിയാലാണ് ഒരു ജീവൻ മായയെന്ന് ഉയരുക എന്നുള്ളതിൻ്റെ ഒരു നിശ്ചിത കണക്കൊന്നുമില്ല. ചിലർക്ക് ഒരു വാചകമോ ഒരു വാക്കോ എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ മതിയാവും. ചിലർക്ക് കുറച്ചധികം വേണ്ടി വരും. അത് ഇയാൾ മായയിലത്തെ ആ മുങ്ങൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും കയറാൻ. ഇന്നുറപ്പാണ് അത്ര എളുപ്പമല്ല എന്നുള്ളത്. അല്ലെങ്കിൽ 28 വിഷയങ്ങളെക്കുറിച്ച് ഏകാദശത്തിൽ ഭഗവാൻ പറയണോ, അതോ ഉദ്ധവനോടാ പറയണോ? ഉദ്ധവൻ ആരാണൊക്കെ തികഞ്ഞ ഭക്തനാണ്. ഭക്താനാം ഉദ്ധവോഹം. അപ്പം അദ്ദേഹത്തിന് ഇത്രയും നീണ്ട ഉപദേശം വേണ്ടി വന്നു. ഒട്ടും മോശക്കാരനല്ലാത്ത അർജുനന് 18 അധ്യായം 700 ശ്ലോകം വേണ്ടി വന്നു. അപ്പോൾ അത്ര എളുപ്പമല്ല ആയിന്ന് കയറൽ. ഇവിടെ 4-5 അധ്യായങ്ങളെ കൊണ്ടാണ് രഘുഗണന് ഭരതൻ ഉപദേശം കൊടുക്കുന്നത്. ഭരതൻ്റെ അവതാരമായിട്ട് പറയണമൊന്നുമില്ല. എങ്കിലും പൂർവ്വജന്മകർമ്മങ്ങളിലുള്ള ഉപാസന കൊണ്ടും അനുഭവം കൊണ്ടും ആത്മജ്ഞാനം നേടിയ ഒരാളാണ്. അദ്ദേഹത്തെ പല്ലക്കിലെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹം എല്ലാവരും നടക്കുന്ന പോലെ അല്ല നടക്കുന്നത്. ഒരു ജീവിയെ പോലും ഉപദ്രവിക്കാതെ നോക്കി ഒക്കെയാണ് ഭരതൻ നടക്കുക. മറ്റുള്ളവർക്കും ഇപ്പോൾ അങ്ങനെയില്ല, അവരങ്ങനെ നടന്നു. അപ്പോൾ അവരുടെ അടുക്കലും ഇദ്ദേഹത്തിൻ്റെ പല്ലക്ക് ചുമക്കലും വ്യത്യാസപ്പെട്ടു വന്നു. അപ്പോൾ പല്ലക്ക് ചെരിയാനും ആടാനും രാജാവിൻ്റെ തല പോയി എവിടെയെങ്കിലും മുട്ടാനും യാത്ര അസുഖകരമാവാനും തുടങ്ങി. രാജാവ് ശാസിച്ച് ചീത്ത പറഞ്ഞു, ഇങ്ങനെയാണോ പല്ലക്ക് എടുക്കുക? ഇതാ, ഞാൻ രാജാവായതുകൊണ്ട് എനിക്ക് ആരെയും ശിക്ഷിക്കാനും വേണ്ടി വന്നാൽ വധിക്കാനും അധികാരമുണ്ട്. മര്യാദയ്ക്ക് പല്ലക്ക് എടുക്കുക എന്നും പറഞ്ഞ് ശാസിച്ചു. ആ സമയത്താണ് ഭരതൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പൂർവ്വ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കില്ല എന്ന വ്രതം എടുത്തിരുന്നു. കാരണങ്ങളും കഥയൊക്കെ കുറേ പറയാനുണ്ട്, എന്നിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഈ ശാസന, രാജാവാണെന്നുള്ള ശാസന കേട്ടപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ജീവിതത്തിൽ നാവുകൊണ്ട് സംസാരിച്ചു ഭരതൻ. അതുവരെ സംസാരിച്ചില്ല, കമാന്നൊരക്ഷരം വേണ്ടിയില്ല. ആ പറയുന്ന ഉപദേശങ്ങൾ കുറേയുണ്ട്, ഇടയ്ക്ക് കിടക്കണില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? രാജാവേ, ഈ സംസാരം എന്ന് പറയുന്നത് ഒരു വലിയ കാടാണ്. നമ്മൾ ചെല്ലാറുണ്ടോ, വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുന്നു. പലപ്പോഴും ചിന്തിക്കും, പറയും ചെയ്യണ ഒരു വാക്കാണത്. തീരാത്ത വല്ല പ്രതിസന്ധികളിൽ പോയി പെട്ടാലും ഇത് പാടും. ഒരു കാട്ടിൽ പോയി പെട്ടല്ലോ ഈശ്വര, എങ്ങനെ ഇത് പരിഹരിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്ത് ചാടും? അപ്പോൾ ഇവിടെ ഈ സംസാരം മൊത്തത്തിലൊരു കാടായിട്ട് ഭരതൻ ചിത്രീകരിക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ, പറയുകയാണെങ്കിൽ 2 അധ്യായം ആയതുകൊണ്ട് മുഴുവനെന്നും നമ്മൾ പറയണില്ല. ചില കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരം കാടാവുക പറയുകയാണ്. അതിന് കാട്ടിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയണം. പലതരത്തിലുള്ള കുറുക്കന്മാർ, നരികൾ, ഇപ്രകാരത്തിലുള്ള ജീവികൾ, നമ്മളെ ഉപദ്രവിക്കുന്ന ജീവികളുണ്ട്. ആ ജീവികൾ ഈ കാട്ടിലുണ്ട്. അപ്പോൾ സംസാരത്തിൽ അവയ്ക്ക് തുല്യമായിട്ടോ നമ്മുടെ ആത്മജ്ഞാനവും ഈശ്വരനിൽ നിന്ന് അകറ്റാനുമുള്ള സ്വജനങ്ങൾ, ഭാര്യയോ മക്കളോ സുഹൃത്തുക്കളോ ആരാച്ച അവരാത്രേ ഗോമായവോ, ഗോമായു എന്ന് പറഞ്ഞാൽ കുറുക്കൻ, നമ്മളെ ഉപദ്രവിക്കുകയാണ് അവർ ചെയ്യുക. അങ്ങനെ ഈ ഈശ്വരനുള്ള ആ ഭാവത്തിൽ നിന്ന് നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണം എന്ന ഉദ്ദേശത്തിലാവണം എന്നില്ല. പക്ഷേ ഫലം അങ്ങനെയാവും. കാരണം അവർക്കിപ്പോൾ മായയിലാണ് അധികം ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന വിധം ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന കുറുക്കന്മാരുണ്ട്, അവരെ സൂക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. പിന്നെ ധാരാളം
ഉപദ്രവങ്ങളാകുന്ന ഈച്ച, മറ്റ് പ്രാണികൾ, അതൊക്കെ ഈ ഇതിലുണ്ട് എന്ന് പറയണം. ഗുൽമഗഹ്വരേ, അനവധി ഗുഹകൾ. ആ ഗുഹകളിൽ നമ്മളെ ഉപദ്രവിക്കുന്നതായ ചുറ്റുമുള്ള പ്രാപഞ്ചികമായിരിക്കുന്ന ശല്യങ്ങൾ എത്രയാണ് നിശ്ചല്യം. അങ്ങനത്തെ ഈച്ചകളുണ്ട്. എന്തൊക്കെ ശല്യമെന്ന് ഇപ്പോൾ പറയാൻ നിർത്തില്ല. വാഹനങ്ങളുടെ ശബ്ദമായിട്ടൊരു ഭാഗം, ദുർജനങ്ങളുടെ ഉപദ്രവമായിട്ടൊരു ഭാഗം. എവിടെ പോയാലും സജ്ജനങ്ങളെ നമുക്ക് കിട്ടില്ല. ദുർജനങ്ങളെ ധാരാളം സംസർഗം വേണ്ടിയും വരും. ഓട്ടോറിക്ഷയിലും ബസ്സിലൊക്കെ നോക്കൂ, പൈസ ഇരട്ടിയാണ് പറയുക. എത്ര യഥാർത്ഥ ചാർജ് വെച്ചാൽ ഇരട്ടി പറയും. ചിലപ്പോൾ ബാക്കി 5 റുപ്യ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയും 5 റുപ്യ പറ്റിക്കും. ശരിയല്ലേ? അപ്പോൾ അതൊക്കെയാണ് ദുർജനങ്ങളാകുന്ന ഈച്ച മുതലായിട്ടുള്ളതായ ദ്രോഹങ്ങൾ. ഇനി അതേപോലെ ഈ പ്രപഞ്ചത്തിൽ എന്തുണ്ട്? ധാരാളം പൊടിപടലങ്ങൾ പരന്ന് കണ്ണ് കാണാത്ത അവസ്ഥ. അതിപ്പോൾ ഈ പ്രപഞ്ചത്തിലെന്താ? കാറ്റടിച്ച് പൊടിപടലങ്ങൾ പൊടിപടലങ്ങൾ പറന്ന് നമ്മുടെ യഥാർത്ഥ വസ്തുത കാണാത്ത അവസ്ഥ. ദിശ അറിയാതെ കണ്ട് നമ്മൾ ബുദ്ധിമുട്ടും എന്ന് പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് സമ്പാദിക്കേണ്ടത് 10 കാശ് എന്ന് നോക്കി മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും ധർമ്മത്തിന് വിരോധമായിട്ടൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ പൊടിപടലങ്ങൾ നിറഞ്ഞ് കണ്ണ് കാണാതെ എന്ന് ആക്കിയത്. അന്ധത ബാധിക്കുക ആണല്ലോ. അന്ധത ബാധിക്കുമ്പോഴല്ലേ നമ്മൾ തെറ്റ് ചെയ്യുക. അപ്പോൾ ധനാശ വളരെയധികം വർദ്ധിച്ച് ധർമ്മത്തിന് വിരോധമായിട്ട് കൈക്കൂലിയായിട്ടും തെറ്റായിട്ട രീതിയിലും ഒരാളെ ദ്രോഹിച്ചിട്ടുമുള്ള അന്ധത, പൊടിപടലങ്ങൾ നമ്മുടെ കണ്ണിനെ ബാധിക്കും. ഇവരാണ് അദൃശ്യ ചില്ലി. മണ്ണട്ടയുണ്ട് കേട്ടോ. കാട്ടിൽ മണ്ണട്ടയാണ് നമുക്കറിയാം. പ്രപഞ്ചത്തിലത്തെ മണ്ണട്ട ഏതാണ്? ഓരോരോ പരദൂഷണം പറയുന്ന ആളുകൾ. ആരാ പറഞ്ഞതെന്നറിയില്ല. എന്നെ കേട്ടൂത്രേ. നിങ്ങൾ കേട്ടില്ലേ? നമ്മളെവിടുന്ന് കേൾക്കാനാ? ആരാ പറഞ്ഞ? അങ്ങനെ ചോദിച്ചപ്പോൾ പറയാനുണ്ടാവില്ല. ഇങ്ങനെയുള്ള അപവാദം പറഞ്ഞ് പരത്തുക. അവരാണത്രേ ചില്ലി, അല്ലെങ്കിൽ ചില്ലി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ചില്ലി അല്ല കേട്ടോ, മണ്ണട്ട. ശബ്ദം കേൾക്കും, ആളെ അറിയില്ല. എത്ര ശരിയാണ് ആ വിശകലനം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപവാദം പറഞ്ഞുണ്ടാക്കണവരെ നമുക്ക് കാണാൻ പറ്റില്ലേ ഈ ലോകത്തിൽ? ഇനി അതേപോലെ തന്നെ പലതരത്തിലുള്ള അന്യോന്യ മുഖ നിരീക്ഷണാദികൾ നടത്തുന്നതായ വാനരന്മാർ, നമ്മളെ ഉപദ്രവിക്കടക്കം ചെയ്യുന്ന വാനരന്മാർ കാട്ടിലുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ആരാ വാനരന്മാർ? കൗമാര ചാബല്യങ്ങളെ കൊണ്ട് സ്ത്രീ പുരുഷനെ നോക്കുക, പുരുഷൻ സ്ത്രീയെ നോക്കുക, അതിൽ രസിച്ച് ചാബല്യം കാണിക്കണവർ. ഇപ്പോൾ പ്രത്യേകിച്ച് കൗമാരത്തിലാണല്ലോ അതുണ്ടാവുക. 17-18 വയസ്സിൽ ചാബല്യം കാട്ടി നടക്കണം. സ്ത്രീ ആയാലും പുരുഷന്മാരും രണ്ടായാലും കൗമാരപ്രായക്കാർ ആ പ്രായത്തിൻ്റെ ചാബല്യങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുക. വാനരന്മാരെക്കാളും പരാവും. വാനരന്മാർ ചിലപ്പോൾ ഭേദമാവും അല്ലേ? പരസ്യമായിട്ട് റോട്ടിൽ കൂടെ പോയിട്ട് ചുംബിക്കുക, എന്തൊക്കെയാണ് ഇപ്പം നമ്മൾ ന്യൂസ് കേൾക്കണത്. അപ്പോൾ അങ്ങനെ അവർ പോലും ചെയ്യാത്ത അതിലും മോശമായ പ്രവൃത്തികൾ കൗമാര ചാബല്യങ്ങളെ കൊണ്ട് ചെയ്യുന്നതും വാനരന്മാരാണ് ഈ പ്രപഞ്ചത്തിൽ. അതിനെയും സൂക്ഷിച്ചോളൂ എന്ന് പറയുകയാണ്. ഇനി അതേപോലെ തന്നെ ഓരോരോ പദ്ധതികളിലുള്ള കണ്ടക ശർക്കരാംഗ്രി, മൂർച്ചയുള്ള കല്ല്, മുള്ള്, ഇതൊക്കെയുണ്ട്. അത് ഏതാണ്? നമ്മുടെ പ്രവർത്തന പഥത്തിൽ ഉള്ള ബുദ്ധിമുട്ട്. ജോലിക്ക് പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വിധം ലോഡ് വെച്ച് തരും നമുക്ക്, അല്ലേ? ചെയ്തു കൂട്ടാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രവൃത്തികൾ 10 കാശ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടി വരും. അതാണ് എന്ത്? അതിമാർഗത്തിലുള്ളതായ കല്ല്, മുള്ള് മുതലായിട്ടുള്ളതൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിക്കൊണ്ട് വിഷമിക്കുന്ന അവസ്ഥ എന്നർത്ഥം. പിന്നെയോ വള്ളികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ. വള്ളികളൊക്കെ മേലെ ചുറ്റിപ്പറ്റി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാട്ടിൽ നടക്കാൻ പറ്റാണ്ടാവും, ചുറ്റിപ്പറ്റിയിട്ടേ വള്ളികളൊക്കെ ചുറ്റി പിടിച്ചിട്ട്. അതുപോലെ ഈ സ്ത്രീകളുടെ ആ വലയത്തിലാണ്ട് വീണാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും എന്നർത്ഥം, അല്ലേ? അവരിലുള്ളതായ ആസക്തി കാരണം അതിലാണ്ട് കുടുങ്ങുക. അതിന് എത്ര കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? അവർ പറഞ്ഞതൊക്കെ ശക്തനായിട്ടുള്ള ഭീമനടക്കം സൗഗന്ധികം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി. ആര് പറഞ്ഞു കേട്ടിട്ടാ? പാഞ്ചാലി പറഞ്ഞു കേട്ടാ. അപ്പോൾ പണ്ട് മുതൽക്ക് ഉണ്ട് ഭഗവാനടക്കം എങ്ങനെയായി എന്നാണ് പറയണം, അല്ലേ? ക്രീഡാമൃഗോ നൂതനയസ് നൂനം എന്നത്തെ ദീർഘന്ധത്തിലൊരു വാക്ക്. ക്രീഡാമൃഗമായി കളിക്കേണ്ടി വന്നു ഭഗവാന്. ഒന്നിൻ്റെ അല്ല കേട്ടോ, 16,108 സ്ത്രീകളുടെ ക്രീഡാമൃഗം ആവേണ്ടി വരിക ഭഗവാൻ വെച്ചാൽ. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാണ്ടോ? അതാണ് വള്ളികളായിട്ട് ഇവിടെ ചിത്രീകരിച്ചത്. ഇനി ചില സമയത്തോ നല്ല കാട്ടുതീ വന്നാൽ എന്താ ചെയ്യുക?
കാട്ടിൽ കാട്ടുതീ വരാമല്ലോ. ഈ പ്രപഞ്ചത്തിലത്തെ കാട്ടുതീ വേറൊന്നുമല്ല, വിശപ്പാണ്. പ്രമേഹമുള്ളവർക്ക് വിശപ്പ് കൂടുമെന്ന് പറയും. ചിലപ്പോൾ കച്ചവടം ചെയ്ത് സമയത്ത് ഭക്ഷണം കഴിക്കില്ല. എന്താ കാരണം? വരണ ആൾക്കാർക്ക് സാധനം കിട്ടിക്കോട്ടെ വെച്ചിട്ടാണോ? അല്ല, അവരുടെ പോക്കറ്റിലത്തെ കാശ് ഇങ്ങോട്ട് കിട്ടണം വെച്ചാൽ ഊണയിക്കാൻ പോയാൽ കച്ചവടം നടക്കുമോ? അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണു? ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആത്മാവിനെ പോലും പീഡിപ്പിച്ച് സമയത്ത് ആഹാരം കഴിക്കാതെ നമ്മൾ എന്താ ചെയ്യുക? കച്ചവടം ചെയ്യണു, അല്ലെങ്കിൽ നമ്മുടെ പൈസ കിട്ടാനുള്ള മാർഗത്തിൽ മുഴുകണു. അതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിച്ച് ശീലിക്കുക. ആ പട്ടിണി ആത്മാവിനെ കിടത്തുന്നത് വലിയ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഏകാദശിയാദി വ്രതങ്ങളിൽ കുഴപ്പമില്ല, അല്ലാത്ത ദിവസം വിശപ്പ് ശരീരം സിഗ്നൽ തന്ന അപ്പം കൊടുത്തോളണം. അല്ല, ആരെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കണം? ആത്മാവിനെയാണ്. അപ്പം ആ കാട്ടു തീയും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അങ്ങനെ ഭരതൻ പറയുകയാണ്, രാജാവേ, അല്പം ധനവുമായി ഒരു കാട്ടിൽ കൂടെ ഒരാൾ പോകുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കണം? കള്ളന്മാർ ഉണ്ടാവും. അതാരാണ്? നമ്മുടെ ആത്മജ്ഞാനം അപഹരിക്കുന്ന സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങളോ ആരാണെന്നുണ്ടെങ്കിൽ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നവരൊക്കെ കള്ളന്മാരാണ്. ദുർജനങ്ങളും കള്ളന്മാരും ഉണ്ട്. അവർ നമ്മളെ അകറ്റും, ഈശ്വരമാർഗത്തിൽ നിന്ന് അകറ്റി. അല്ലേ? എന്തെങ്കിലും ഈശ്വരകാര്യം അനട്ടിക്കുമ്പോൾ അതൊന്ന് കാണല്ലേ, നല്ല ഡാൻസാണ് കേട്ടോ, കണ്ടോളൂ, ഇവിടെ സഹസ്രനാമം ചെല്ലണത് പോയി. അങ്ങനെയുള്ള കള്ളന്മാർ ഉണ്ട്. അപ്പോൾ കള്ളന്മാർ, കുറുക്കന്മാർ, കുറുനരികൾ, ഇല്ലേ, മണ്ണട്ടകൾ, കാറ്റ്, അതുപോലെ തന്നെ തീയാണ് വിശപ്പ്, കാട്ടുതീ. ഇതെല്ലാം ഉള്ളതായ കാട്ടിൽ കൂടെ അല്പം ധനവുമായി സഞ്ചരിക്കുന്ന ഒരാൾ എത്രമാത്രം ശ്രദ്ധാലു ആവണം, അതേപോലെ തന്നെ വേണം സംസാരമാകുന്ന കാട്ടിലും എന്ന് ഭരതൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഉൽക്കകളുടെ പതനമുണ്ട് അത്രേ. കാട്ടിൽ ചിലക്ക് ഉൽക്ക പതിച്ചാൽ അപകടം എന്നാണ്, യുദ്ധം ഉണ്ടാവുക, രാജ്യത്തിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥ സൂചകമായിട്ടാണ് ഈ ഉൽക്കകൾ പതിക്കുക എന്നാണ്. ഈ പ്രപഞ്ചത്തിലത്തെ ഉൽക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊന്നുമില്ല, സ്വർണത്തിലുള്ള ആഗ്രഹം. സ്വർണം കിട്ടണമെന്ന് അങ്ങോട്ട് തോന്നിയാൽ അതിന് എത്ര പൈസ ഉണ്ടെങ്കിലും കൊടുക്കും നമ്മൾ, ഇല്ലേ? എത്ര വില പറഞ്ഞാലും 60-70 ഇപ്പോൾ പവന് പോയിട്ട് എന്നാലും ഉണ്ടാക്കണം. നേരായ മാർഗ്ഗം കൂടെ ഇടയ്ക്കിടയ്ക്ക് ധാരാളം പവൻ വാങ്ങാൻ പറ്റുമോ? കുറച്ച് ശമ്പളം വാങ്ങണവർക്ക് അപ്പം തെറ്റായ മാർഗ്ഗത്തിൽ നീളും, കൈക്കൂലി വാങ്ങും, അധർമ്മ മാർഗ്ഗത്തിൽ പൈസ ഉണ്ടാക്കും. അപ്പം ആ സ്വർണം അപകടമാണ് എന്ന് സൂക്ഷിക്കാനാണ് പറയണം. അതുകൊണ്ട് ഒരു കാട്ടിൽ കൂടെ എത്രത്തോളം ശ്രദ്ധിച്ചിട്ട് പോകുന്നുവോ അത്രത്തോളം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ പോവാൻ എന്നാണ് ഭരതൻ രഘുവരന് ഉപദേശിച്ചു കൊടുത്തത്. ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംശയങ്ങളെല്ലാം നീങ്ങി അദ്ദേഹം തത്വജ്ഞാനിയായി മാറി എന്ന് പറഞ്ഞിട്ട് കഥ അവസാനിക്കുകയാണ്. കഥ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ ഉണ്ട്. സംസാരമാകുന്ന കാട്ടിൽ അലർട്ട്, വളരെയധികം ശ്രദ്ധ വേണം എന്നാണ് ഉപദേശത്തിൻ്റെ ചുരുക്കം. ദുരത്തെ ധന്നജയാ നിവേശിതോ രജസ്തമത് സത്വവിഭക്ത കർമ്മദൃ സയേഷ സാർത്ഥോർത്ഥപരപരിഭ്രമൻ ഭവാടഭിം യാതിന ശർമ്മ വിന്ദതി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.